ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗനവാടി വർക്കർമാരുടെ ദേശീയ കൺവെൻഷൻ ദില്ലിയിൽ സംഘടിപ്പിച്ചു. സാധാരണക്കാരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായി പോരാടുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 3000-ലധികം അംഗനവാടി തൊഴിലാളികൾ കൺവെൻഷന്റെ ഭാഗമായി. കുട്ടികളുടെയും അംഗൻവാടി ജീവനക്കാരുടെയും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്ന പ്രമേയത്തിലാണ് ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ കുതിപ്പ് മാത്രം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ സാധാരണ തൊഴിലാളികളുടെ വേതനവിഹിതം വെട്ടിക്കുറയ്ക്കുകയാണെന്നും ഇതിനെതിരെ പോരാടുമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. मिनिस्ट्री का अलोकेशन देखा था, ये पहले हमारा जीडीपी का 1.6% अलोकेशन ये मिनिस्ट्री के लिए था. अभी इसका अलोकेशन है 0.6%, मतलब आधा हुआ है. एक सेक्शन को कितना इग्नोर करते ये देखने के लिए ये बजट में ये गवर्नमेंट का एटीट्यूड, वी ऑल विल बी विथ यू, हम आपका साथ होगा. ദൈവത്തിന്റെ പേരിൽ അധികാരത്തിൽ കയറിയ കേന്ദ്ര സർക്കാർ കുട്ടികളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഡോക്ടർ വി ശിവദാസൻ എംപി പ്രതികരിച്ചു. So here the government, union government, वे राम के नाम पर उनका भाषण है, लेकिन उनका काम नाथुराम का काम है. നിലവിൽ അംഗൻവാടി അധ്യാപകർക്കും സഹായികൾക്കും തുച്ഛമായ വേതനം മാത്രമാണ് നൽകി വരുന്നത്. പോഷകാഹാരക്കുറവ് മൂലം വിവിധ സംസ്ഥാനങ്ങളിൽ മരണനിരക്ക് ഉയരുന്നതിനെതിരെയും കൺവെൻഷൻ പ്രതിഷേധം അറിയിച്ചു. എ റഹീം എം പി, CITU ജനറൽ സെക്രട്ടറി തപൻ സെൻ, സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഉൽസ പട്നായിക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 3000-ലധികം അംഗൻവാടി തൊഴിലാളികളാണ് കൺവെൻഷന്റെ ഭാഗമായത്. കൈരളി ന്യൂസ്, ദില്ലി.